السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദര സഹോദരിമാരെ, ബറാഅത്ത് രാവ് എന്ന ഒരു മഹത്തായ രാവും ദിനവും വരാനിരിക്കുകയാണ്. 28-ാം തീയതി രാത്രിയാണ് ബറാഅത്ത് രാവ്. 29-നാണ് ബറാഅത്ത് ദിനം നമ്മുടെ ഖാദിമാർ കേരളത്തിൽ ഉറപ്പിച്ചിട്ടുള്ളത്. തുടങ്ങുന്നത് നമുക്ക് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വചനം കൊണ്ടാകാം. വഖദ് ബലഗന, ഷാഫിഈ ഇമാം പറയുകയാണ്, നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അന്നഹു യുഖാലു, പറയപ്പെടുന്നതായി, ഫീ ഖംസി ലയാലിൻ, 5 രാവുകൾ, ദഅവത്തുൻ മുസ്തജാബ, പ്രത്യേകമായി ഉത്തരം ലഭിക്കുന്ന ദുആക്ക് അനുഗ്രഹീതമായ അവകാശപ്പെട്ട രാവുകളാണ്. 1 ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവ്. 2 ലൈലത്തുൽ അദ്ഹ, ബലിപെരുന്നാൾ രാവ്. 3 ലൈലത്തുൽ ഫിത്ർ, ചെറുപെരുന്നാൾ രാവ്. 4 അവ്വലു ലൈലത്തിൻ മിൻ റജബ, അല്ലെങ്കിൽ റജബിൻ, റജബ് മാസം ആദ്യ രാവ്. 5-മത്തത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ാം രാവ് അഥവാ ബറാഅത്ത് രാവ്. ഈ രാവുകളിൽ ദഅവത്തുൻ മുസ്തജാബ, അതിന് പ്രത്യേകതകളുണ്ട്, അന്ന് ദുആകൾക്ക് ഇജാബത്തുണ്ട് എന്ന് ഇമാം ഷാഫിഈ തങ്ങളുടെ വചനം കൊണ്ടാണ് നാം തുടങ്ങുന്നത്. അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ലോകം എന്നതിൽ ചെറിയ ഒരു ബിന്ദു മാത്രമാണ് മനുഷ്യർ. മനുഷ്യരല്ലാത്ത മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, ഇതര ജീവജാലങ്ങളുണ്ട്, അചേതന വസ്തുക്കളുണ്ട്. ഇക്കാണുന്ന അണ്ടകടാഹങ്ങൾ, ആകാശം, ഭൂമി, സമുദ്രം, കര, കടൽ എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. അവനാണ് നിയന്ത്രിക്കുന്നവൻ. ഭൂമിയിലെ മനുഷ്യർക്ക് നന്മയും തിന്മയും വിധിക്കുന്നവൻ അള്ളാഹുവാണ്. ഓരോ മനുഷ്യൻ്റെയും ഭാവി ഭാഗധേയം നിർണയിക്കുന്നവൻ അള്ളാഹുവാണ്. എത്ര കാലം അവൻ ജീവിക്കും, എന്തെല്ലാം അവൻ ചെയ്യും, ഏതൊക്കെ സൽക്രമങ്ങൾ ചെയ്യും, എല്ലാം അള്ളാഹു നേരത്തെ തന്നെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച് റെക്കോർഡാക്കി രേഖപ്പെടുത്തിയത് അത് മലക്കുകൾ പോലും അറിയുന്നില്ല. മനുഷ്യരോ അവർ തീരെ അറിയുന്നില്ല. നമ്മളൊരു 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ക്ലാസ് റൂം എടുക്കാം. ആ ക്ലാസ്സിൽ 30 പിള്ളേരുണ്ടെങ്കിൽ ആ പിള്ളേരോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടീച്ചർ പറയും, പരീക്ഷ അടുത്തിട്ടുണ്ട്, മക്കളെ പഠിക്കണം, നന്നായി വായിക്കണം, നന്നായി എഴുതണം, മക്കളാരും കളിച്ചു സമയം കളയരുത് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ടീച്ചർക്ക് കുട്ടികളുടെ മാനസികാവസ്ഥയെ സംബന്ധിച്ചും നല്ല പഠിക്കുന്ന മക്കൾ ആരാണെന്നും അലസന്മാരാരാണെന്നും പരീക്ഷയിൽ വിജയിക്കാനും വിജയം തന്നെ കൂടുതൽ മാർക്ക് നേടാനും പരാജയപ്പെടാനും ആരൊക്കെയാണ് ഉണ്ടാവുക എന്നൊരു ധാരണ യഥാർത്ഥത്തിൽ ടീച്ചറുടെ മനസ്സിലുണ്ട്. എന്നാലും ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ടീച്ചറുടെ മനസ്സിൽ കുട്ടികളെ സംബന്ധിച്ചുള്ള മുൻധാരണകൾ ഉള്ളത്, ചെറിയൊരു വിധിയെഴുത്തുള്ളത് കുട്ടികൾ അറിയുന്നുണ്ടോ? അറിയുന്നില്ല. ഇനി പരീക്ഷയിൽ തോറ്റു എന്നതുകൊണ്ട് ടീച്ചർ നേരത്തെ തന്നെ ഞാൻ തോൽക്കുമെന്ന് മനസ്സിൽ കരുതിയത് കൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് പറയാൻ ഒക്കുമോ? അതും കഴിയില്ല. എന്തുകൊണ്ടാ? അത് ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്, പഠിക്കണം മക്കളെ, പഠിക്കണം, പരാജയപ്പെടരുതെന്ന്. എന്നതുപോലെ തന്നെ ലോകത്ത് പടച്ച, മനുഷ്യരെ പടച്ച അല്ലാഹു തആല മനുഷ്യന്റെ ഖൈറും ഷർറും നന്മയും തിന്മയും എല്ലാം അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനറിയാം ആരാണ് പിഴക്കുക, അവനറിയാം ആരാണ് നന്നാവുക. പക്ഷെ അത് മനുഷ്യരറിയുന്നില്ല. മനുഷ്യരോട് പ്രവാചകന്മാര് മുഖേന അല്ലാഹു തആല അടിക്കടി ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു, നിങ്ങൾ തെറ്റ് ചെയ്യരുത്, നിങ്ങൾ നന്നാകണം, നിങ്ങൾ ഏകദൈവത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം, നബിമാരിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയും അള്ളാഹു അടിക്കടി ഉണർത്തിക്കൊണ്ടിരിക്കുന്നു.
എന്നതുപോലെ തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇനി അവൻ എത്ര കൊല്ലം ജീവിക്കും അവൻ അറിയില്ല, അള്ളാഹുവിന് അറിയാം. എന്തെല്ലാം ഈ ഒരു കൊല്ലം അവൻ ചെയ്യും അവൻ അറിയില്ല, ആ അള്ളാഹുവിന് അറിയാം. ആ അറിയുന്ന കാര്യങ്ങൾ അള്ളാഹു തആല ഓരോ മനുഷ്യരുടേതും മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ദിവസമാണ്, രാവാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ബറക്കത്തുള്ളതായ അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ ഖുർആൻ നാം അവതരിപ്പിച്ചു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ അവതരിച്ചു കിട്ടിയത്, ജിബ്രീൽ വന്ന് ഓതിക്കൊടുത്തത് റമദാൻ 17-നായിരുന്നു. അപ്പോൾ ഈ ലൈലത്തുൻ മുബാറക എന്നത് അത് ഇന്നാ അൻസൽനാഹു ഫി ലൈലത്തിൽ ഖദർ, ഖദറിന്റെ രാത്രി എന്ന് പറയുന്ന റമദാൻ 27-ാം രാവിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹിക്ക് കിട്ടിയത് റമദാൻ 17-നാണല്ലോ. അപ്പോൾ ഖുർആനിന് റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുക്കുക എന്നതിനപ്പുറത്ത് ഖുർആനിന്റെ അവതരണം വാനലോകത്ത് വിവിധ തലങ്ങളിൽ നടന്നിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദ് ഖുർആനിന്റെ പകർപ്പാണ്. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള ഖുർആൻ ഷരീഫ് അല്ലാഹു തആല വാനലോകത്തേക്ക് ഇറക്കിയ ദിവസം അത് ലൈലത്തുൽ ഖദറിലായിരുന്നു. റമദാൻ 17-നാണ് റസൂലുള്ളാഹിക്ക് അത് ഓതിക്കൊടുത്തത് എന്നെല്ലാം പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ രാത്രിയിൽ നാം ഖുർആൻ അവതരിപ്പിച്ചു എന്ന ആയത്തിന് വിശുദ്ധ ഖുർആൻ മുഫസ്സിറുകളായ വ്യാഖ്യാതാക്കളായ പണ്ഡിതർ വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരഭിപ്രായം അത് ഖുർആൻ റമളാനിലെ ലൈലത്തുൽ ഖദറിലാണ്. മറ്റൊരഭിപ്രായം അത് നിസ്ഫുൽ ലൈലത്തി മിൻ ശഅബാൻ, ശഅബാൻ 15-ാം രാവ് എന്ന് പറയുന്ന ബറാഅത്ത് രാവിലാണ്. അപ്പൊ അതങ്ങനെ ഇറങ്ങി, അത് ഖുർആൻ അല്ലാഹു തആല മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്തത് ആ രാവിലാണ് എന്ന അഭിപ്രായമുണ്ട്. ഏതായാലും അനുഗ്രഹീതമായ രാവാണത്. ആ രാവിനെ സംബന്ധിച്ച് വിവിധ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രിയിൽ ആയിഷ ബീവിയുടെ വീട്ടിൽ താമസിക്കാനെത്തി. രാത്രി പാതിരയായപ്പോൾ മുത്തുനബിയെ കാണാനില്ല. ആയിഷ ബീവി തിരഞ്ഞിറങ്ങി, പടച്ചവനെ എവിടെ പോയാണാവോ. അപ്പൊ നോക്കുമ്പോൾ വസ്ത്രമൊക്കെ ഇട്ട് ബഖീഅ്, മദീന ഷരീഫിലെ ശ്മശാനമായ ജന്നത്തുൽ ബഖീഇലാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ എത്തിയിട്ടുള്ളത്. മുത്തുനബിയുടെ പോറ്റുമ്മയായ റസൂലുള്ളാഹിയെ പ്രസവിച്ച ഉമ്മയുണ്ട്, പാല് കൊടുത്ത ഉമ്മയുണ്ട്, പോറ്റുമ്മയുണ്ട്. ഫാത്തിമ ബിൻത്ത് അസദ് എന്നുള്ളവർ പോറ്റുമ്മയാണ്. അങ്ങനെയുള്ള ആളുകളെല്ലാം കിടക്കുന്നത് ആ ബഖീഇലാണല്ലോ. അള്ളാഹിന്റെ റസൂൽ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, എന്താ നബിയെ ഇന്ന് ഇങ്ങനെ ഈ പച്ചപ്പാതിര നേരത്ത്? റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, ഈ രാത്രി ഒരു മഹത്തായ രാത്രിയാണ്. നമ്മുടെ മക്കയിൽ മദീനയിൽ അറിയപ്പെട്ട, അറബ്യൻ നാട്ടിൽ അറിയപ്പെട്ട വലിയ ആട് സമ്പത്തുള്ള ഒരു ഗോത്രമാണല്ലോ കെൽബ് ഗോത്രം. ആ കെൽബ് ഗോത്രത്തിലാണ് അന്ന് ആട് സമ്പത്ത് ധാരാളമുള്ളത്. ആ കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിനേക്കാൾ കൂടുതൽ ചെറുപാപങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹു തആല അവന്റെ അടിയാറുകൾക്ക് പൊറത്തു കൊടുക്കുന്ന ഒരു രാവാണ് ആയിഷ എന്ന് പറഞ്ഞ ഹദീസുകൾ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇങ്ങനെയുള്ള വിവിധ ഹദീസുകളാൽ മഹത്വം സ്ഥാപിക്കപ്പെട്ട രാത്രിയാണ് ആ രാവ്. ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമാണ് ഇതുള്ളത് എന്ന്. അത് ശരിയല്ല, ധാരണ പിശകാണ്. ചില സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവമതിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഈ തെറ്റിദ്ധാരണ എത്തിയിട്ടുണ്ട്. ആ രാത്രിയുടെ മഹത്വത്തെ അവമതിക്കേണ്ട ഒരു കാര്യവുമില്ല. ലോക മുസ്ലിമീങ്ങൾ എല്ലാ കാലവും ആ രാത്രിക്ക് മഹത്വം കൽപ്പിക്കുകയും ആ രാത്രിയിൽ പ്രത്യേകമായ സിയാറത്തും ഖുർആനോത്തും ദ്വാരക്കലും എല്ലാം നടത്തി വന്നിട്ടുണ്ട്. കാരണം എന്താ? ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ രാത്രിയിലാണ് മനുഷ്യരുടെ ഒരു വർഷത്തേക്കുള്ള എല്ലാ ബജറ്റുകളും അവൻ അലാ യഹജ്ജു ഫുലാൻ ഇബ്നു ഫുലാൻ, ഈ വർഷത്തിൽ ഇന്നാളിന്നാൾ ഹജ്ജിന് പോകും, ഈ വർഷത്തിൽ ഇന്നാളിന്നാൾ മരണപ്പെട്ടു പോകും, ഈ വർഷം കൂടി കഴിഞ്ഞ് ഇത്ര വർഷം ഇന്നയാൾക്ക് ആയസ് നീട്ടപ്പെടും എന്നെല്ലാമുള്ള കാര്യങ്ങൾ റബ്ബിന്റെ തീരുമാനത്തിലും അറിവിലും മാത്രം പെട്ട കാര്യമാണ്. ഒരു മനുഷ്യനും അതറിയുന്നില്ല. ആ കാര്യങ്ങൾ അല്ലാഹു തആല
അവന്റെ മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന രാവാണ്. അതാ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. അതുകൊണ്ടാണ് പണ്ഡിത ലോകം പറഞ്ഞിട്ടുള്ളത് 3 യാസീൻ. യാസീൻ സൂറത്ത് എന്ന് പറഞ്ഞാൽ അത് ഖൽബുൽ ഖുർആനാണ്, ഖുർആനിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഏറ്റവും അതിമഹത്തായ ആ സൂറത്ത് 3 തവണ ആ രാത്രിയിൽ പാരായണം ചെയ്യണം. തന്റെ ആയസ് അള്ളാഹുവിന്റെ ത്വാഅത്തിനായി വർദ്ധിച്ചു കിട്ടാൻ റബ്ബിനോട് കേണപേക്ഷിച്ച് ദുആരക്കണം. ദുആയാണ് സിലാഹുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ആയുധം ദുആയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ദയാദാക്ഷിണ്യം കാണിക്കുക, അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി കേഴുക, യാചിക്കുക, പ്രാർത്ഥിക്കുക. ആ ദുആ ഒരു യാസീൻ ഓതുമ്പോൾ ദുആരക്കേണ്ടതും നിയ്യത്ത് വെക്കേണ്ടതും അള്ളാഹുവേ എൻ്റെ ആയസ്സിൽ നിന്റെ ത്വാഅത്തിലായി വർധനവുണ്ടാകണം എന്നാണ്. മറ്റൊന്ന് സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകണമെന്നാണ്. മറ്റൊന്ന് എല്ലാ ആഫത്തുകൾ മുസീബത്തുകൾ അള്ളാഹുവേ എന്തെല്ലാം ജീവിതത്തിൽ വരാനിരിക്കുന്നു ഞങ്ങൾക്കൊന്നും അറിയില്ല. വഅന്ത തഅലമു മാ ലാ നഅലമു, ഞങ്ങൾ അറിയാത്ത കാര്യങ്ങളൊക്കെ നീ അറിയുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ അതെല്ലാം ഖൈറായ നിലയ്ക്ക് ആക്കി തരണം, ആപത്തുകൾ തട്ടിപ്പോകണം എന്ന് ദുആരക്കലാണ്. അതേ പ്രകാരം തന്നെ മനുഷ്യന്മാര് സഈദാണോ ഇൻ കുന്ത കതബത, അല്ലാഹുവേ നീ റെക്കോർഡാക്കിയിട്ടുണ്ടെങ്കിൽ ഫീ ഉമ്മിൽ കിതാബ്, നിന്റെ ലൗഹുൽ മഹ്ഫൂദ് ആകുന്ന ഉമ്മുൽ കിതാബിൽ ഞങ്ങൾ വിജയികളായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ഫഅസ്ബിത്ഹു, അത് നീ രേഖപ്പെടുത്തണം, അതല്ല അത് നീ ഉറപ്പിക്കണം. അതല്ല വഇൻ കുന്ത കതബതന, പടച്ചവനെ നീ ഞങ്ങൾ റെക്കോർഡാക്കിയിട്ടുള്ളത് ശഖയ്യകളായിട്ടാണ്, മോശക്കാരും പരാജയപ്പെട്ടവരുമായിട്ടാണെങ്കിൽ ഫംഹു, നീ അത് മായിച്ച് ഞങ്ങളെ നല്ലവരിൽ ഉൾപ്പെടുത്തി തരണം എന്ന ദ്വാരക്കാൻ ഏറ്റവും അർഹമായ രാത്രിയാണ് ഈ ബറാഅത്ത് രാവ്. ഇത് ലോക മുസ്ലിമീങ്ങൾ എല്ലാ കാലത്തും കൊണ്ട് നടന്നിരുന്നതാണ്. മഹാനായ ഹബീബ് റസൂലുള്ളാഹിന്റെ മദീന ശരീഫിലെ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ സംബന്ധിച്ചൊക്കെ വിവരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഇബ്നു കിബ്രീത്ത് എന്ന് പറഞ്ഞിട്ട് 440 കൊല്ലം, ഏകദേശം 4.5 നൂറ്റാണ്ട് മുമ്പ് മരണപ്പെട്ടു പോയ അദ്ദേഹം രചിച്ച കിതാബാണ് അൽ ജവാഹിറുസ് സമീന ഫീ മഹാസിനിൽ മദീന എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇത് ബറാഅത്ത് രാവിനെ പറ്റി എഴുതാനുണ്ടാക്കിയ കിതാബല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു സാഹിത്യകലയാണ്. ഇത് മദീന ഷരീഫിന്റെ മണ്ണും മലയും വാനവും വിണ്ണും എല്ലാം വർണ്ണിക്കുന്ന, അവിടുത്തെ ഞാറ്റുവേലകളും കൃഷികളും എല്ലാം, അവിടുത്തെ കാലാവസ്ഥയും എല്ലാം വർണ്ണിക്കുന്ന, അതിനെ സംബന്ധിച്ചുള്ള കാവ്യവും ഗദ്യവും പദ്യവും എല്ലാം ഉൾപ്പെട്ട ഒരു സാഹിത്യ ഗ്രന്ഥമാണ്. എന്നിട്ട് പോലും ഇതിൽ മദീന ശരീഫിൽ നടന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങളെ ഓരോന്നും ഡേറ്റ് വാറില് ഓരോ മാസം വരുമ്പോൾ മുഹറം മാസത്തിലെ ആചാരങ്ങൾ, റബീഉൽ അവ്വലില്, റബീഉൽ ആഖിറില്, അങ്ങനെ ഓരോ മാസത്തിലും ശഅബാൻ മാസത്തിലെ അവിടുത്തെ ആരാധനകളും അതോടൊപ്പം തന്നെ അവിടുത്തെ ആചാരങ്ങളും വർണ്ണിക്കുന്ന കൂട്ടത്തിൽ ലൈലത്തുൽ ബറാഅത്ത് കാണാം. പരിശുദ്ധമായ മദീന ശരീഫിൽ ഇത് സമസ്തക്കാരുണ്ടാക്കിയതല്ലോ, സമസ്ത ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടായതല്ല കിതാബല്ലല്ലോ. എത്രയോ 440 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഇദ്ദേഹം ഇബ്നു കിബ്രീത്ത് മദീന ശരീഫിൽ ജീവിച്ച് മദീന ശരീഫിന്റെ മണ്ണിൽ മറമാടപ്പെട്ട മഹാനായ ഇബ്നു കിബ്രീത്ത് എഴുതിയ മഹാസിനുൽ മദീന എന്ന ഈ ഗ്രന്ഥത്തിൽ അവിടത്തെ മദീന ശരീഫിലെ ഓരോ മാസങ്ങളിലും ദിവസങ്ങളിലും കൊടുക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കൂ, ഷഹ്റു റബീഉ സാനി ഫിൽ ലൈലത്തി സാനിയ അശറ, റബീഉൽ ആഖിർ വന്നാൽ അതിന്റെ 12-ാം രാവിൽ മൗലിദ് സയ്യിദത്തി ഫാത്തിമത്തി സഹ്റാ, ഫാത്തിമ ബീവിന്റെ മൗലിദിന്റെ ദിവസമാണ്. റളിയല്ലാഹു തആല അൻഹാ വൽ യൗമു സാനി അശറ മിൻഹു മൗലിദ് ശൈഖ് അബ്ദുൽ ഖാദിർ കൈലാനി ഖുദ്ദിസ സിർറുഹു, ശൈഖ് ജീലാനി തങ്ങളുടെ മൗലിദും അന്നാണ് മദീന പള്ളിയിൽ മദീന നിവാസികൾ ഒത്തുകൂടിക്കൊണ്ട് നടത്തിയിരുന്നത്. വഫി ഹാദ ശഹരി വല്ലദീ ഖബ്ലഹു, ഈ മാസത്തിലും ഇതിന് മുമ്പുള്ള മാസങ്ങളിലും തകൂനു ഉഖൂദുൽ അൻകിഹത്തി ബിൽ മദീനത്തി ശരീഫ അക്സറ മിൻഹാ ബിഗൈരിഹാ, ഈ മാസങ്ങളിലാണ് മദീന ശരീഫിലെ ജനങ്ങൾ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ നിക്കാഹുകൾ നടത്താൻ തിരഞ്ഞെടുത്തിരുന്നത്. അങ്ങനെ ഓരോ മാസങ്ങളിലും മുസ്ലിമീങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളായി നടന്നിരുന്നത് എന്തെല്ലാം എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ തഹഖീഖിൽ പറയുന്നുണ്ട്. അതിപുരാതനമായ ഒട്ടനവധി രേഖകളും കിതാബുകളും വെച്ചുകൊണ്ടാണ് ഇബ്നു കിബ്രീത്ത് ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ഇത് നോക്കൂ, ഷഹ്റു ജുമാദുൽ ഊല 1-ാം
ആ മാസത്തിൽ ഫീഹി യകൂനു മൗലിദു ഷെയ്ഖ് അഹ്മദ് ബിൻ അലവാൻ, ഷെയ്ഖ് അഹ്മദ് ബിൻ അലവാൻ തങ്ങളുടെ മൗലിദാണ് നടന്നിരുന്നത്. വഫിൽ യൗമിൽ ഹാദി വൽ 20 മിൻഹു മൗലിദുൽ അഖ്ദസിൽ അബർ ഷെയ്ഖ് അക്ബർ മുഹയ്യിദ്ദീൻ ഇബ്ൻ അറബി തങ്ങളുടെ മൗലിദാണ് നടന്നിരുന്നത്. അങ്ങനെ ഓരോ മഹാന്മാരുടെയും റിഫാഇ മൗലിദിന് കണ്ടെത്തിയ ദിവസം കേൾക്കണോ നിങ്ങൾക്ക്? ഷഹ്റു ജുമാദിൽ ആഖിറ ഫിൽ യൗമി الثامن عشر മിൻഹു മൗലിദു ഷെയ്ഖ് അഹ്മദ് റിഫാഇ وفي آخر خميس منه يذهب كثير من الناس لزيارة السيد حمزة. ഷഹ്റ ജുമാദുൽ ആഖിറ മാസം അതിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് അധിക ജനങ്ങളും മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഉഹദിലേക്ക് പുറപ്പെടുന്നതാണ്. എന്നിട്ട് ഹംസത്തുൽ കറാർ തങ്ങളെ കൂട്ട സിയാറത്ത് നടത്തും. ഇതൊക്കെ വിശദീകരിച്ച് വന്നിട്ട് ആ കിതാബിൽ തന്നെ പറയാ വഫിൽ ലൈലത്തിൽ ഖാമിസ ഫീ ഷഹ്രി ശഅബാനിൽ മുകറം, ശഅബാൻ മാസം അതിന്റെ 15-ാം രാവിൽ വഹിയ ലൈലത്തുൽ ബറാഅത്തി, ആ രാവാണ് ബറാഅത്ത് രാവ്. അന്നവിടെ യുഖ്രീബിൽ മസ്ജിദിൻ നബവി മൗലിദു ഹാഫിലിൻ, ഒരു വലിയ സംഘത്തിന്റെ മൗലിദ് അവിടെ പാരായണം ചെയ്യപ്പെടും. മാത്രമല്ല യുഹ്യി ഹാദിഹിൽ ലൈലത ബിദ്ദിക്രി, ആ രാവിനെ ദിക്റുകൾ ദുആകൾ കൊണ്ടെല്ലാം അവിടെ ജനങ്ങൾ ഹയാത്താക്കും. ഈ രൂപത്തിൽ മസ്ജിദുൻ നബവിയിൽ നടന്നിരുന്ന വബി അൻവാഇൽ ഇബാദത്തി മൻ മുഫ്ഫിഖ ഇലൈഹാ, അതിന് തൗഫീഖ് നൽകപ്പെട്ട ആളുകൾ ആ പള്ളിയിൽ ഒത്തുകൂടിയിട്ട് നല്ലോണം ഇബാദത്തും ദിക്റും ദുആയും ഒക്കെ നടത്തും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയും മഹത്വമുള്ളതാണ്. പൂർവ്വ മുസ്ലിമീങ്ങൾ എല്ലാ കാലത്തും നടത്തിപ്പോന്നിരുന്നതാണ്. ആ ഗ്രന്ഥത്തിന്റെ 256-ാമത്തെ പേജിൽ അദ്ദേഹം പറയുകയാണ് വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ാം രാവ് ലൈലത്തുൽ ഹൽവ, അന്ന് മധുരപാനീയങ്ങളും മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യും. ഫീ അക്സറിൽ ബുൽദാൻ, അധിക നാടുകളിലും. കാരണം ഫഇന്നന്നാസ യത്ബഖൂനഹാ ഫീ തിൽക്കൽ ലൈല, ആ രാവിൽ ജനങ്ങൾ ഭക്ഷണമുണ്ടാക്കും. വയതതാഅമൂന ബിഹാ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഹാരം കഴിക്കാൻ കൊടുക്കും. വഅഹ്ലുൽ ഹറമൈനി, മക്ക മദീന 2 ഹറമുകളിലെയും ആളുകൾ യഖ്സൂനഹാ, അവരന്ന് പ്രത്യേകമായി ഉണ്ടാക്കും. ബിൽ മുശബ്ബക്കി, മുശബ്ബക്ക് എന്ന് പറയുന്നൊരു പലഹാരമാണ് അവരുണ്ടാക്കുക. ഇതൊക്കെയും ലോക മുസ്ലിമീങ്ങൾ എല്ലാ കാലത്തും കൊണ്ടു നടന്നിരുന്ന ആചാര അനുഷ്ഠാനങ്ങളാണ്. അതുകൊണ്ട് ബഹുമാന്യരായ എൻ്റെ ശ്രോതാക്കളായ മുസ്ലിങ്ങളെ, ഈ മഹത്തായ ദിനത്തിന് രാവിനെയും പകലിനെയും നാം ആദരിക്കണം, ബഹുമാനിക്കണം, ദിക്ർ ചെല്ലണം, ദുആരക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. 15-ന്റെ പകലിൽ അത് അയ്യാമുൽ ബീദിന്റെ പൗർണമി നാളുകളിൽപ്പെട്ട ദിവസം കൂടി ആയതുകൊണ്ട് അന്നും പ്രത്യേകമായി ഈ വരുന്ന 15 തിങ്കളാഴ്ചയും കൂടി ആയതുകൊണ്ട് പ്രധാനമായും നോമ്പും സുന്നത്തുണ്ട്. ബറാത്തിന്റെ പകലിൽ നോമ്പ് സുന്നത്തുണ്ടെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് ഒറിജിനൽ സുന്നത്താക്കപ്പെട്ട തിങ്കളാഴ്ചയാണ്. അതോടൊപ്പം തന്നെ അയ്യാമുൽ ബീദിൽപ്പെട്ട ദിവസവുമാണ്. അതുകൊണ്ട് നോമ്പെടുക്കുകയും ചെയ്യണം. ഉടയതമ്പുരാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനാദരവുകൾ നിറഞ്ഞ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ചകളിൽ നടന്നു വരുന്ന ഫ്രൈഡേ മദ്രസ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നല്ല സംരംഭത്തെ നമ്മളെല്ലാവരുടെയും ഇഹപര വിജയത്തിന് കാരണമാക്കി തീർക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ ഫ്രൈഡേ മദ്രസ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന
പതിനായിരക്കണക്കായ സഹോദര സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, കുട്ടികളുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുണ്യമേറിയ ശഅബാനിൻ്റെ വളരെ മഹത്വമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശഅബാനിലെ ഏറ്റവും മഹത്വമേറിയ രാവ് എന്ന് പറയുന്ന ബറാഅത്ത് രാവ് തൊട്ടു മുൻപിൽ ഇതാ വന്നണഞ്ഞിരിക്കുന്നു. ഖംസു ലയാലിൻ ലാ തുറദ്ദു ഫീഹിന്ന ദഅവ. 5 രാവുകളിലെ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതിരിക്കുകയില്ല. ആ 5 രാവുകളിൽ ഒന്ന് അവ്വലു ലൈലത്തിൻ മിർ റജബ്. റജബ് 1-ൻ്റെ രാവാണ്. ഈ വർഷത്തേത് അത് കഴിഞ്ഞുപോയി. വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15-ൻ്റെ രാവാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം നൽകുന്ന ഏറ്റവും മഹത്വമേറിയ രാവ് ആണ് നമ്മുടെ തൊട്ടു മുന്നിൽ ഇതാ വന്നിരിക്കുന്നു. നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട്, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, ദിക്റുകളും പ്രാർത്ഥനകളും ദുആഉം നിർവഹിച്ചുകൊണ്ട്, സദഖകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ നല്ല മാസത്തെ, ഈ പുണ്യ രാവിനെ, പുണ്യ ദിവസത്തെ നമ്മൾ സ്വാഗതം ചെയ്യണം, കഴിച്ചുകൂട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറാഅത്ത് രാവിൽ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന വളരെ പുണ്യമേറിയ ഒരു ഇബാദത്താണ്, കർമ്മമാണ് സൂറത്തു യാസീൻ പാരായണം. 3 യാസീനുകൾ പാരായണം ചെയ്യുക എന്നത് വളരെ മഹത്വമുള്ളതാണെന്നും വളരെ പുണ്യമേറിയതാണെന്നും നമുക്കറിയാം. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ്. അതിൻ്റെ കൂടെ സൂറത്തു ദുഖാൻ പാരായണം ചെയ്യണം. പ്രത്യേകമായ ദിക്റുകളും ദുആകളും ഈ രാവിലുണ്ട്, ബറാഅത്ത് രാവിൽ. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഒരു മനുഷ്യന് ആവശ്യമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒരു വർഷത്തേക്ക് കണക്കാക്കുന്ന ദിവസമാണ് ബറാഅത്ത് രാവ്. അതുകൊണ്ട് വളരെ ഓർമ്മയോടുകൂടി ആയിരിക്കണം നമ്മുടെ കർമ്മങ്ങളെല്ലാം, കാര്യങ്ങളെല്ലാം നമ്മൾ നിർവഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ബറാഅത്ത് രാവിലും നമുക്ക് സൂറത്തു യാസീനുകൾ പാരായണം ചെയ്യണം, സൂറത്തു ദുഖാൻ പാരായണം ചെയ്യണം, മറ്റ് ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് സൂറത്തു യാസീൻ നമ്മുടെ വിഷയം തന്നെ, നമ്മുടെ ചർച്ച തന്നെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ. അപ്പോൾ അന്ന് സൂറത്തു യാസീൻ പാരായണം ചെയ്യുമ്പോൾ, സൂറത്തു ദുഖാൻ പാരായണം ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ അത് കൃത്യമായ യാസീനും വൃത്തിയുള്ള ദുഖാനുമായിരിക്കണം. അതിന് നേരത്തെ നമ്മുടെ ഫ്രൈഡേ മദ്രസ ക്ലാസ്സിലൂടെ തന്നെ സൂറത്തു യാസീനും സൂറത്തു ദുഖാനും പാരായണം ചെയ്തിട്ടുണ്ട്, എങ്ങനെ പാരായണം ചെയ്യണം എന്നറിയിച്ചുകൊണ്ട്. ആ 2 വീഡിയോയുടെയും ലിങ്ക് ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കുകയും സൂറത്തു ദുഖാനിൻ്റെയും സൂറത്തു യാസീനിൻ്റെയും പാരായണവും ഒന്നുകൂടി കേട്ട് മനസ്സിലാക്കി ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് സൂറത്തു ദുഖാനും സൂറത്തു യാസീനും പാരായണം ചെയ്യണമെന്ന് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് കുറച്ച് കൂടുതൽ സൂറത്തുകളാണ്. കുറച്ച് കൂടുതൽ സൂറത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും നിസ്കാരങ്ങളിൽ നാം നിർവഹിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം നാം പാരായണം ചെയ്യുന്ന സൂറത്തുകൾ. അതോടൊപ്പം വിശുദ്ധ റമളാൻ ഇതാ വരുന്നു. റമളാനിൽ പ്രത്യേകമായ നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ആ തറാവീഹ് നിസ്കാരത്തിൽ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫീൽ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള 10 സൂറത്തുകൾ. ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മളറിയാതെ പോവരുത്. പരിശുദ്ധ റമളാൻ എന്നാൽ പുണ്യങ്ങളുടെ പൂക്കാലം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്.
ഒരു സുന്നത്തിന് ഒരു ഫർദിൻ്റെ പ്രതിഫലവും ഒരു ഫർദിന് 70 ഫർദിൻ്റെ പ്രതിഫലവും ലഭിക്കുന്ന, സൽക്കർമ്മങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രതിഫലം ലഭിക്കുന്ന പുണ്യമാസമാണ് റമദാൻ. അത്രയും നല്ല ഒരു ചാൻസ്, ഒരു ഗോൾഡൻ ചാൻസ് വിശ്വാസിക്ക് വേറെ കിട്ടാനില്ല. അത്രയും മഹത്വമാണ് പരിശുദ്ധ റമദാൻ. ഈ റമദാനിലെ പ്രത്യേക നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം, 20 റക്അത്ത്. ഈ 20 റക്അത്ത് തറാവീഹ് നിസ്കാരത്തിൽ സാധാരണ നമ്മളൊക്കെ പാരായണം ചെയ്യുന്നത്, ഈ 20 റക്അത്ത് തറാവീഹ് നിസ്കാരത്തിൽ ഖത്മ് നിർവഹിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി 30 ദിവസം കൊണ്ട് അഥവാ ഒരു റമദാനിൽ ഖത്മ് തീർക്കുന്ന സമ്പ്രദായം, ശീലം, ആ നല്ല അവസ്ഥ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, പ്രത്യേകിച്ച് പള്ളികളിലൊക്കെ ഉണ്ട്. വളരെ സന്തോഷം. അങ്ങനെയുള്ള തറാവീഹുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുകയും വിശുദ്ധ ഖുർആൻ ഒരുപാട് കേൾക്കുകയും പഠിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ എല്ലാവർക്കും ഖത്മ് പൂർത്തിയാക്കി നിസ്കരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാവരും ഹാഫിളീങ്ങളല്ലല്ലോ. സാധാരണഗതിയിൽ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം വദ്ദുഹ സൂറത്ത് മുതൽ സൂറത്തു നാസ് വരെയുള്ള സൂറത്തുകൾ പാരായണം ചെയ്ത് തറാവീഹ് നിസ്കരിക്കാറുണ്ട്. മിക്കവാറും ആളുകൾ സൂറത്തുൽ ഫീൽ മുതൽ സൂറത്തു നാസ് വരെയാണ് പാരായണം ചെയ്യാറുള്ളത് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം. അങ്ങനെ പാരായണം ചെയ്യുന്നതിന് അടിസ്ഥാനമുണ്ടെന്നും അത് നല്ല കാര്യമാണെന്നും ചില കിതാബുകളിലൊക്കെ കാണുന്നുമുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ആ സൂറത്തുകൾ പാരായണം ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ ചർച്ച. സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് വളരെ വിശദമായി നേരത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചതുകൊണ്ട് വിശദമായി പറയുന്നില്ല. അല്പസമയം മാത്രം ഫാത്തിഹ സൂറത്തിൻ്റെ പാരായണത്തിന് അഥവാ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരത്തിലാണ് നാം ഓതുന്നത്. പ്രത്യേകിച്ച് റമദാനിൽ തറാവീഹ് നിസ്കാരത്തിൽ ഒരു തെറ്റും അതിലുണ്ടാവാൻ പാടില്ല. ഓർക്കണം, സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സമയങ്ങളും രാവുകളും മാസങ്ങളും, അതിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ശിക്ഷയും ഇരട്ടിക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാവും. അതും നിസ്കാരത്തിലാകുമ്പോഴോ? അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണം നിസ്കാരത്തിൽ ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. നിസ്കാരത്തിൻ്റെ സിഹത്തിനെ തന്നെ ബാധിക്കുന്ന തെറ്റുകൾ സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണത്തിൽ വന്നിട്ടുണ്ട് പലർക്കും എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫീൽ മുതൽ സൂറത്തുൽ നാസ് വരെ 10 സൂറത്തുകൾ അത് ആവർത്തിച്ച് 20 റക്അത്തുകളായി നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അക്ഷരങ്ങൾ മാറിപ്പോകുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഹർക്കത്തുകൾ മാറിപ്പോകുന്നുണ്ട്, പല തെറ്റുകളും വരുന്നുണ്ട്. അതുകൊണ്ട് അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത്. ആമുഖങ്ങൾ ഇനി കൂടുതൽ നീട്ടാതെ നമ്മൾ വിഷയത്തിലേക്ക് വരാം. ആദ്യമായി നമുക്ക് ഫാത്തിഹ സൂറത്തിലേക്ക് ജസ്റ്റ് ഒന്ന് വരാം. ഓർക്കണം, ഫാത്തിഹ സൂറത്ത് 7 ആയത്തുകളാണ്. ആ 7 ആയത്തുകളിലും നിർത്തി പാരായണം ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്ന് കിതാബുകളിൽ കാണുന്നു, മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ആ 7 ആയത്തുകളുടെയും അവസാനത്തിൽ നിർത്തുന്നത് കൊണ്ട് 7 സുന്നത്തുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു സുന്നത്തിന് റമദാനിൻ്റെ പ്രതിഫലം എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചേർത്തി ഓതാൻ വിരോധമൊന്നുമില്ല, പക്ഷെ ചേർത്തി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് അദബുകളുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. അത് പാലിക്കാതെ പോയാൽ ഫാത്തിഹ പലപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അർ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ എന്നത് ഒരു മീമ് പോകുന്നു, ഫാത്തിഹ തകരാറാകുന്നു എന്ന്. അതുകൊണ്ട് നമുക്ക് ഫാത്തിഹ എങ്ങനെ ഓതാം എന്ന് പറയാം. ഓരോ ആയത്തിലും നിർത്തി ഫാത്തിഹ ഓതാം. അതോടൊപ്പം ചില ആയത്തുകൾ ചേർത്തുകൊണ്ട്, അതെന്തിനാണെന്ന് ചോദിച്ചാൽ ആയത്തുകൾ തമ്മിൽ ചേർത്തി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഫാത്തിഹയിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صراط الذين أنعمت عليهم എന്ന് നിർത്തിയാലേ ഗൈറുൽ മഗ്ദൂബി തൊട്ട് വലദ്ദാല്ലീൻ മദ് ലാസിം അടക്കം എടുത്ത് ഓതാൻ ശ്വാസം കിട്ടൂ. എന്നാൽ അവിടെ നമുക്ക് നിർത്തിയിട്ട് ഗൈറുൽ മഗ്ദൂബി തൊട്ട് ഓതാം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ പാരായണം ചെയ്തത്. കാരണം മദ്ദുൽ ലാസിം ഉണ്ടല്ലോ, അത് 3 അലിഫിൻ്റെ ഖദർ നീട്ടേണ്ടതാണല്ലോ. ഇങ്ങനെ ഫാത്തിഹ ഓതിയാൽ പ്രിയപ്പെട്ടവരെ, തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ ചേർത്തി ഓതുന്നതും ഹൈ സ്പീഡിൽ നിസ്കരിക്കുന്നതും സുന്നത്തുകൾ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്ത് നിസ്കരിക്കുന്നതും തമ്മിൽ 5 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. ആ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തറാവീഹ് കിട്ടും. മറ്റൊരർത്ഥത്തിൽ ഈ 5 മിനിറ്റ് കൊണ്ട് പലപ്പോഴും നമ്മുടെ തറാവീഹ് നഷ്ടപ്പെടും, 5 മിനിറ്റ് ലാഭം നോക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇനി ചേർത്തി ഓതാം. നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇങ്ങനെ ഫാത്തിഹ ഓതാം നിസ്കാരത്തിൽ. വിരോധമൊന്നുമില്ല, തറാവീഹ് ശരിയാവും. പക്ഷേ ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു. ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക, അല്ലാതെ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു. നോ, അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു. ഫാത്തിഹ തന്നെ നഷ്ടപ്പെടുന്നു. വെറുതെ 1 മണിക്കൂർ സമയം ഇശാഇന് ശേഷം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂറത്തുൽ ഫാത്തിഹ തെറ്റില്ലാതെ റമദാനിൻ്റെ, ശ്രദ്ധിക്കണേ, റമദാനിൻ്റെ 2 ആഴ്ച മുമ്പ് നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇത് കൂടുതൽ നന്നായി ശ്രദ്ധിച്ച് പാരായണം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തറാവീഹിന് ഒരുങ്ങാൻ വേണ്ടിയാണ് നേരത്തെ ഇത് പറയുന്നത് എന്നും കൂടി നമ്മൾ നോക്കണം. അതുകൊണ്ട് അങ്ങനെ തന്നെ ശ്രദ്ധിച്ചായിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കണേ, നമ്മൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാനും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം മോഹിച്ചുമാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് വൃത്തിയിലാവണ്ടേ? എത്ര പ്രയാസപ്പെട്ടാണ്, പ്രത്യേകിച്ച് വരാനിരിക്കുന്ന റമദാനൊക്കെ, അതിശക്തമായ ചൂട്, ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ നോമ്പ് പിടിക്കുന്നത് എന്തിനാണ്? ഖാലിഖായ റബ്ബ് നമുക്ക് പ്രതിഫലം തരണം, അതിനു വേണ്ടിയാണ്. റബ്ബ് പറഞ്ഞത് അനുസരിക്കുക, ഇതാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താകുന്ന നിസ്കാരങ്ങളെല്ലാം, തറാവീഹ് നിസ്കാരത്തിൽ മാത്രമല്ല നമ്മൾ ഈ സൂറത്തുകളെ ഓതാറുള്ളത്, ഫാത്തിഹ ഓതാറുള്ളത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ തറാവീഹും റമദാനും ഉള്ളതുകൊണ്ട് അതിനെ ഒന്ന് വിശേഷിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഈ നിസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുന്നത് അതിനു വേണ്ടിയല്ലേ? അപ്പോൾ അതൊക്കെ കുറ്റമറ്റതാവണ്ടേ? അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. നമുക്ക് സൂറത്തുൽ ഫീൽ, തറാവീഹ് നിസ്കാരത്തിൽ സാധാരണ നമ്മൾ ഓതുന്ന സൂറത്തുൽ ഫീൽ, പ്രത്യേകിച്ച് ഉമ്മമാർ, സഹോദരന്മാർ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. തറാവീഹ് നിസ്കാരം ആരും ഒഴിവാക്കാറില്ലല്ലോ? ഇല്ല. തറാവീഹ് നിസ്കാരത്തിൻ്റെ പ്രതിഫലം എത്രമാത്രമാണ്! ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് പറഞ്ഞത് തറാവീഹ് നിസ്കാരത്തെക്കുറിച്ചാണ്. ധാരാളമുണ്ട്. പക്ഷേ ആ നിസ്കാരം എങ്ങനെയായിരിക്കണം? അത് വളരെ കൃത്യമായി
സ്ഥിതിയിലായിരിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിലെ ഖുർആൻ പാരായണം എന്നത്. ഇനി നമുക്ക് സൂറത്തുൽ ഫീൽ പാരായണം ചെയ്യാം. സൂറത്തുൽ ഫീൽ നമ്മൾ പറഞ്ഞതുപോലെ തറാവീഹ് നിസ്കാരത്തിൽ മാത്രമല്ല, നമ്മുടെ മിക്ക നിസ്കാരങ്ങളിലും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഫീലും അതിൻ്റെ താഴെയുള്ള സൂറത്തുകളും. ഈ സൂറത്തുകളിൽ ഒരു തെറ്റുണ്ടാവാൻ പാടില്ല. എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ നിസ്കാരത്തിലാണ് ഓതുന്നത്. നിസ്കാരത്തിലുള്ള ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിനു പുറത്തുള്ള പാരായണത്തെക്കാൾ എത്രയോ പ്രതിഫലമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം ഓതേണ്ടത്. വിശദീകരണങ്ങൾ വർദ്ധിപ്പിക്കാതെ കൂട്ടാതെ ഈ സൂറത്തുകളുടെ പാരായണം എങ്ങനെ എന്നതാണ് ഇന്ന് ഊന്നി പറയുന്നത്. സൂറത്തുൽ ഫീൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ഇതിങ്ങനെ ഓതണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ ആയത്തിൽ നോക്കൂ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം തറ, അലം തറ, അലം സുക്കൂനുള്ള മീമിന് ശേഷം ത. അലം തറ വേണം, അലന്തറയാവരുത്. അലന്തറയാവുന്നത് കൊണ്ട് സംഭവിക്കുന്നത് മീം പോയി നൂനായി വരികയാണ്. അലം തറ, അലന്തറ. ഏത് സൂറത്താണ് അവിടെ ഓതാറുള്ളത്? അവിടെ അലന്തറയാണ് എന്ന പ്രയോഗം വ്യാപകമായി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തിരുത്തണം. അലം തറ കൈഫ, അലം തറ. മറ്റൊന്ന് അലം തറ കൈഫ ഫഅല റബ്ബുക. രണ്ട് റാകൾ വന്നിട്ടുണ്ട്. റ റ റ റ എങ്ങനെ പറയണമെന്ന് നമ്മൾ നേരത്തെ പാട്ടുപാടി പഠിച്ചിട്ടുണ്ട്. അറബിയിൽ റ പറയുമ്പോൾ വായക്കുള്ളിൽ ശബ്ദം നിറയണം. അറമറ പറ പോൽ മലയാളത്തിലറായാകുന്നത് മാറേണം. അലം തറയല്ല, അലം തറ. കൈഫ ഫഅല റബ്ബുക റബ്ബുക. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അസ്ഹാബ് സാദ് ഹ രണ്ടും ശ്രദ്ധിക്കണം. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അസ്ഹാബ് എന്ന് പറഞ്ഞാൽ ആളുകൾ, കൂട്ടം, വിഭാഗം, സഹാബത്ത് എന്നൊക്കെ അർത്ഥമാണുള്ളത്. നേരെ മറിച്ച് അവിടെ സ്വാദിനു പകരം സീനാണെങ്കിൽ കാർമേഘം എന്നാണ് അർത്ഥം വരിക. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ഒന്ന് ഒരുമിച്ച് നോക്കൂ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ഒന്നുകൂടെ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അലം യജ്അൽ അവിടെയും ശ്രദ്ധിക്കാനുണ്ട്. അലം യജ്അൽ അല്ല, അലം സുക്കൂനുള്ള മീമിന് ശേഷം യാ വന്നു. നേരത്തെ സുക്കൂനുള്ള മീമിന് ശേഷം താ വന്നു. അലം തറ. ഇവിടെ അലം യജ്അൽ. സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ മറന്നുപോയിട്ടുണ്ടാവില്ല അല്ലേ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. കൈദഹും ഫീ സുക്കൂനുള്ള മീമിന് ശേഷം ഫാ വന്നു. ഇൽഹാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫീ തദ്ലീൽ. ളാദിൻ്റെ മഖ്റജ് മേലെ അണപ്പല്ലോട് നാവിൻ സൈഡ് തട്ടിച്ചു വേണേ ഉച്ചരിക്കാൻ ളാദ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ഒരുമിച്ച്. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അടുത്ത ആയത്ത്
وأرسل عليهم طيرا أبابيل وأرسل عليهم طيرا أبابيل وأرسل عليهم طيرا أبابيل. ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, ത്വയ്റൻ അബാബീൽ, ത്വയ്റൻ അബാബീൽ, നബാബീൽ ആകുന്നുണ്ട്. അത് അബാബീൽ പക്ഷികളാണ്. യമനിലെ അബ്രഹത്തും കൂട്ടരും കഅബ പൊളിക്കാൻ വേണ്ടി വന്ന ആ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചതും കഅബയെ രക്ഷപ്പെടുത്തിയതുമായ ചരിത്രമാണ് പറയുന്നത്. മുസ്ലിം മക്കൾ ഹജ്ജിന് പോകും മക്ക എന്നൊരു ദേശത്ത് കഅബ പൊളിക്കാനായി വരുന്നു യമനിലെ രാജൻ അബ്രഹത്ത്. ആനകളും കുറെ ആളുകളൊത്ത് മക്കയിലെത്താൻ നേരത്ത് കുഞ്ഞിക്കല്ലുകളേന്തി അബാബീൽ കുരുവികളെത്തി മാനത്ത്. താഴോട്ടെറിയും കല്ലുകൾ താഴെ വീണവരെല്ലാം മയ്യിത്ത്. കഅബ സുരക്ഷിതമെന്നും ഇന്നും എല്ലാം റബ്ബിൻ ഖുദ്റത്ത്. ഈ സംഭവമാണ് സൂറത്തുൽ ഫീലിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ ത്വയ്റൻ അബാബീൽ എന്ന് തന്നെ പറയണം. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. നോക്കൂ, وأرسل عليهم طيرا أبابيل. ഒന്നുകൂടെ وأرسل عليهم طيرا أبابيل وأرسل عليهم أرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل. നോക്കണേ, ترميهم بحجارة من سجيل. എത്ര നിയമങ്ങളുണ്ട്. തർമീഹിം ബി, സാക്കിനായ മീമിനു ശേഷം ബാ വന്നു. എന്താ നിയമം? നേരത്തെ താ വന്നു, യാ വന്നു. മറന്നുപോയോ സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ? സാക്കിനായ മീമിനു ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, ബാ വന്നാൽ ഇഖ്ഫാ, ബാക്കി വന്നാൽ ഇൽഹാർ. ഓർമ്മയിലുണ്ടാവും അല്ലേ? ഇൻഷാ അല്ലാഹ്. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ഇദ്ഗാം ഉണ്ട്, ഇഖ്ഫാ ഉണ്ട്. ഒന്നുകൂടെ. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ فجعلهم كعصف مأكول. فجعلهم كعصف مأكول. فجعلهم كعصف مأكول. ശ്രദ്ധിച്ചു പറഞ്ഞില്ലെങ്കിൽ കഅസ്ഫിൻ എന്ന ഐൻ സാദ് നഷ്ടപ്പെടും. فجعلهم كعصف مأكول. നമുക്ക് സൂറത്തുൽ ഫീൽ ഒന്ന് പൂർണ്ണമായി ഓതാം. എല്ലാവരും കൂടെ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ فجعلهم كعصف مأكول. ഇങ്ങനെ ഓതിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞൊന്ന് റുക്കുവിലേക്ക് പോയി നോക്കൂ. എന്തൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ നിസ്കരിക്കുന്ന ആളുടെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ എന്തോ ഒരു ആനന്ദം തോന്നും നമുക്ക്. ശ്രദ്ധിച്ചായിരിക്കണം, വൃത്തിയിലായിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം സൂറത്തുൽ ഫീൽ ഇനി മുതൽ നമ്മൾ ഓതേണ്ടത്. നമുക്ക് തൊട്ടടുത്ത സൂറത്താകുന്ന സൂറത്ത് ഖുറൈശിലേക്ക് വരാം. സൂറത്ത് ഖുറൈശ് വളരെ ശ്രദ്ധിക്കേണ്ട സൂറത്താണ്. ഒരുപാട് ഈ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുകളൊക്കെ ഒന്നിനൊന്ന് ഒരുപാട് മഹത്വങ്ങളുള്ളതും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പാരായണം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതും ഒക്കെയാണ്. നമ്മളിപ്പോൾ ആ ഭാഗത്തേക്ക് വരുന്നില്ല.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് الذي أطعمهم من جوع وآمنهم من خوف. ഇവിടെ ഓരോ ആയത്ത് നമുക്ക് പരിശോധിക്കാം. ലിഈലാഫി ഖുറൈശ്, ലിഈലാഫി ഖുറൈശ്. ഒന്ന് നോക്കൂ. ലിഈലാഫി ഖുറൈശ്, ലിഈലാഫി ഖുറൈശ്. അടുത്ത ആയത്ത് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്, ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. ഈ ആയത്തിൽ വലിയ ഒരു തെറ്റ് വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. അങ്ങനെ തന്നെ പറയട്ടെ, വലിയ തെറ്റ് വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. തെറ്റെന്താണെന്നറിയോ? റിഹ്ലതശ് ശിതാഇ, അശ്ശിതാഇ എന്നുള്ള താഇന് പകരം താ കൊടുക്കുന്നു. റിഹ്ലതശ് ശിതാഇ എന്ന് പറയുന്നു. തെറ്റാണ്. അക്ഷരം മാറിപ്പോവുക, ഒരക്ഷരം പുതിയ വേറെ ഖുർആനിൽ അവിടെ ഉദ്ദേശിക്കാത്ത വേറൊരക്ഷരമാവുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ തെറ്റ് വേറെ എന്താണ്? അതുകൊണ്ട് റിഹ്ലതശ് ശിതാഇ അല്ല, റിഹ്ലതശ് ശിതാഇ. ഈലാഫിഹിം, ഇവിടെ ഖുർആനിൻ്റെ എഴുത്തും വളരെ പുതുമ നിറഞ്ഞതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്ന ഖായിദ, അതിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ട ഒരു വിശേഷം ഇവിടെയുണ്ട്. ലിഈലാഫി ഖുറൈശിൻ എന്നുള്ളത് ഒന്ന് നോക്കൂ. അവിടെ ഈ നീട്ടാൻ യാ എഴുതിയിട്ടുണ്ട്. ഈലാഫിഹിം എന്ന് അതേ പദം തന്നെ തൊട്ടടുത്ത് വന്നു എഴുതി യാ ഇല്ല. അത് അവിടെ നീട്ടണം എന്നറിയിക്കാൻ ചെറിയൊരു അടയാളം കൊടുത്തു ഈ പ്രിൻറ്റിൽ എന്നതാണ് ശ്രദ്ധിക്കാനുള്ളത്. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട 6 നിയമങ്ങളിൽ ഒരു നിയമവുമായി ബന്ധപ്പെട്ടതാണിത്. എങ്ങനെ ഓതാം? ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്, ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്, ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. ഒരുമിച്ച് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. ഒന്നുകൂടെ. ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. മദ്ദുല്ലീൻ പഠിച്ചത് ഓർക്കുന്നില്ലേ? സൂറത്ത് ഖുറൈശിൻ്റെ എല്ലാ ആയത്തുകളുടെയും അവസാനത്തിൽ മദ്ദുല്ലീനുണ്ട് എന്ന്, അത് എത്ര നീട്ടണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല ഇപ്പോൾ. ഇനി ഫസ്റ്റ് മുതൽ ഒരുമിച്ച്. ലിഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ തന്നെ ഓതണം. മദ് മുത്തസിലാണ്, താ ആവാൻ പാടില്ല. അങ്ങനെ ഓതി നിസ്കരിച്ചാൽ നിസ്കാരമാണ്, റമദാനിലാണ്, തറാവീഹിലാണ്. അത്ര പറഞ്ഞാൽ പോരെ? ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഫൽയഅ്ബുദൂ, ഫല്യ അല്ല, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. എങ്ങനെയാ? ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഒരുമിച്ച്. ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഒന്നുകൂടെ. ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ശരിക്കും ശ്രദ്ധിക്കണം ഇവിടെ. അല്ലദീ അത്അമഹും, കുറേ പേർക്ക് അവിടെ അത്അമഹും എന്നുള്ളത് അത്അമഹും എന്ന് തോന് പകരം ച വരുന്നുണ്ട്. വരാൻ പാടില്ല. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും. എത്ര നിയമങ്ങളുണ്ട്? അല്ലദീ മദ്ദുണ്ട്. അത്അമഹും ശ്രദ്ധിക്കണം. അത്അമഹും മിൻ ഇദ്ഗാമുണ്ട്.
മിൻ ജൂഇൻ ഇഖ്ഫ ഉണ്ട്. ജൂഇൻ വ ഇദ്ഗാം ബിഗുന്ന ഉണ്ട്. ആമനഹും മിൻ വീണ്ടും ഇദ്ഗാം ഉണ്ട്. ഒക്കെ ശ്രദ്ധിക്കണം. ഇതൊന്നും ഒഴിവാക്കാൻ പാടില്ലാത്ത നിയമങ്ങളാണ്. ശ്രദ്ധിക്കാതെ ഓതുകയാണെങ്കിലോ അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ് എന്ന് പറഞ്ഞാൽ അത് സൂറത്ത് ഖുറൈശ് ആവില്ല. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചേ പറ്റൂ. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമുക്ക് ഈ സൂറത്തുകളൊക്കെ കൃത്യമായി പഠിച്ച് ഇത് പാരായണം ചെയ്ത് നന്നായി നല്ല വൃത്തിയിൽ നിസ്കരിക്കുന്ന നിസ്കാരക്കാരാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നോക്കാം, ഫസ്റ്റ് മുതൽ ഒന്നുകൂടെ ഒരുമിച്ച് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. നമുക്ക് സൂറത്തുൽ മാഊനിലേക്ക് വരാം. സൂറത്തുൽ മാഊൻ ശരിക്കും ശ്രദ്ധിച്ച് ഓതേണ്ട സൂറത്താണ്. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക അല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ നിസ്കാരത്തിലൊക്കെ ഓതുന്ന സൂറത്തല്ലേ. അറഅയ്തല്ലദീ അറഅയ്ത റ നേരത്തെ പറഞ്ഞതുപോലെ അലം തറ റബ്ബുക ഖുറൈശ് എന്നിടത്തൊക്കെ പറഞ്ഞതുപോലെ അറഅയ്ത റ തഫ്ഖീമായി പറയണം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അറഅയ്തല്ലദീ കഴിഞ്ഞ് ചില ആളുകൾക്ക് തന്നെയെങ്കിലും യുകദ്ദിബു ഉണ്ടോ? ദാലിനു മേലൊരു പുള്ളി വരുമ്പോൾ ഉള്ളത് ദാൽ എന്നറിയണേ. പറഞ്ഞു പറഞ്ഞു പഠിക്കണേ. ദാല് തന്നെ വരണേ. സായായാൽ അക്ഷരം മാറിപ്പോയി. യുകദ്ദിബു അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. أرأيت الذي يكذب بالدين. ഒരുമിച്ച് أرأيت الذي يكذب بالدين. ഒന്നുകൂടെ أرأيت الذي يكذب بالدين. അടുത്ത ആയത്ത് ശരിക്കും ശ്രദ്ധിക്കണം. فذلك الذي يدع اليتيم فذلك الذي يدع اليتيم فذلك الذي രണ്ട് ദാലുകൾ അതിനുശേഷം യദുഉ എന്ന്. യദുഉ പലപ്പോഴും അവിടെ പലർക്കും ഉള്ളത് യദുഉൽ യതീം എന്നാണ്. യദുഉൽ യതീം സുബ്ഹാനല്ലാഹ് നേരെ നിലവിലുള്ളതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് വരിക, അർത്ഥമാണ് വരിക. അതുകൊണ്ട് ശ്രദ്ധിക്കണം. യദുഉ അല്ല യദുഉ. യദുഉ ഐനിന് ശദ്ദ് വരുമ്പോൾ ഐനാവാതെ പറയണം. ശ്രദ്ധിക്കണം. യദുഉൽ യതീം. അറഅയ്ത അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക അല്ലദീ യദുഉൽ യതീം. യദുഉൽ യതീം يدع اليتيم ولا يحض على طعام المسكين ولا يحض ضاد രണ്ടും ശ്രദ്ധിക്കണേ. ولا يحض على طعام المسكين ولا يحض على طعام المسكين. അടുത്ത ആയത്തിലെ فويل للمصلين فويل للمصلين
ഫവൈലുൻ ഫ വ ഫയും വായും അടുത്തു വരുമ്പോൾ ഫ വ വ പാടില്ല. വ വ വ നോ. ഫവജദിന എന്നൊന്നു പറഞ്ഞ് ഫായും വായും ശ്രദ്ധിച്ച് പല്ലുകൾ താഴെ ചുണ്ടിൽ തട്ടി വാ പറയുന്നത് സൂക്ഷിച്ചേ. നേരത്തെ പാടിത്തന്നിട്ടുണ്ട്. അത്തരം ഉദാഹരണങ്ങൾ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഫവൈലുല്ലിൽ ഫവവ ഫവൈലുല്ലിൽ മുസല്ലീൻ സാദ് സാദ് ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. എങ്ങനെയാണ്? പലപ്പോഴും ഇവിടെ ഇഖ്ഫാ ഒഴിവാകുന്നുണ്ട്, അൻ സ്വലാത്തിഹിം ആവുന്നുണ്ട്. മാത്രമല്ല ചില ആളുകൾക്ക് അല്ലദീനഹും മൻസലാത്തിഹിം എന്നാവും. മൻസലാത്തിഹിം ഇഖ്ഫാഉം ഇല്ല, ഐനും പോയിട്ട് മൻസലാത്തിഹിം പറ്റില്ല. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഒന്നുകൂടെ. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ. എത്ര ആളുകളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ സൂറത്തുൽ മാഊൻ ഓതുമ്പോൾ അല്ലദീനഹും അൻ സ്വലാത്തിഹിം എന്ന ഇഖ്ഫാ എടുക്കാറുണ്ടോ? ശർഈയായ വുജൂബാണേ, നിർബന്ധമാണേ. അതുപോലെ അല്ലദീനഹും യുറാഊന റോ മദ് മുത്തസിലെ നിർബന്ധമല്ലേ, അസ്ലീനേക്കാൾ നീട്ടണമെന്ന്. ഇത് രണ്ടും ശ്രദ്ധിച്ചുകൊണ്ടാണോ? ഇത് രണ്ടും ഒഴിവാക്കിയാൽ വലിയ തെറ്റാണ്. വലിയ തെറ്റ് എന്ന് പറഞ്ഞാൽ വലിയ തെറ്റ്. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടാണോ മാഊൻ സൂറത്ത് ഓതിയിരുന്നത് എന്ന് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചോ. എന്താ മറുപടി? കുറേ പേർക്ക് അതെ എന്നാണ്. വേറെ കുറേ ആളുകൾക്ക് അത്ര ശ്രദ്ധിച്ചില്ല എന്നല്ലേ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. ഇനിമേലിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഈ സൂറത്ത് ഓതുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വയംനഊനൽ മാഊൻ. ഇനി നമുക്ക് ഒരുമിച്ച് സൂറത്തുൽ മാഊൻ ഒന്ന് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കൽ ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله العظيم. ഇന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫീൽ, സൂറത്തു ഖുറൈശ്, സൂറത്തു മാഊൻ ഇങ്ങനെ 4 സൂറത്തുകളാണ് നമ്മൾ ഓതിയത്. ഇൻഷാ അല്ലാഹ് ബാക്കി സൂറത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓതണം. ഈ 4 സൂറത്തുകളും വളരെ വൃത്തിയിൽ കൃത്യമായി ഒരുപാട് തവണ വിശുദ്ധ റമദാനിൻ്റെ, നേരത്തെ പറഞ്ഞു റമദാനിൻ്റെ 2 ആഴ്ച മുമ്പ് ഈ സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യുന്നത്. ഇതിങ്ങനെ തന്നെ പഠിച്ച് നാവിന് വഴക്കി തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തി ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാ നിസ്കാരങ്ങളും തറാവീഹ് വരുന്നു. തറാവീഹ് നിസ്കാരമടക്കം കൃത്യമായി ഓതാനും കൃത്യമായി പാരായണം ചെയ്യാനുമുള്ള ഒരവസരമാക്കിയെടുക്കാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഒരുപാട് ഓതി. സൂറത്തുൽ ഫാത്തിഹയും അതുപോലുള്ള സൂറത്തുകളൊക്കെ നമ്മൾ ഓതി. അള്ളാഹുവെ നീ സ്വീകരിക്കണേ അള്ളാഹ്. വരാനിരിക്കുന്ന റമദാനിൽ കൃത്യമായി കാര്യങ്ങൾ വൃത്തിയോടുകൂടി നിർവഹിച്ചുകൊണ്ട് റമദാൻ ഷരീഫിനെ സ്വാഗതം ചെയ്യാനും തറാവീഹ് നിസ്കരിക്കാനും ഒക്കെ ഖാലിഖായ റബ്ബേ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാഹ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഇത്രയും സമയം ഞങ്ങൾ ഇവിടെ ഇരുന്നതും പറഞ്ഞതും കേട്ടതും അള്ളാഹുവേ ആയിരക്കണക്കായ 10000കണക്കായ ആളുകളാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. ദുആക്ക് ആമീൻ പറയുന്നത്, ക്ലാസ് ശ്രദ്ധിക്കുന്നത്, പഠിക്കുന്നത്. അള്ളാഹുവെ എല്ലാവരിൽ നിന്നും കബൂലാക്കണേ അള്ളാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈറ് പ്രദാനം ചെയ്യണേ അള്ളാഹ്. ഷർറുകളൊക്കെ നീ തട്ടി മാറ്റണേ അള്ളാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഖബറുകളിലേക്ക് നീ ഇതിൻ്റെയൊക്കെ മിസ്ൽ സവാബ് എത്തിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ നേതൃത്വം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ്. മരണപ്പെട്ടു പോയവരുടെ ദർജ നീ എറ്റിക്കൊടുക്കണേ അള്ളാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അള്ളാഹ്.
അള്ളാഹുവേ, ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന, ക്ലാസ്സിൽ പങ്കാളികളായ, ക്ലാസ്സിലിരിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അള്ളാഹ്. ഖൈറായതൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അള്ളാഹ്. ഷർറായതൊക്കെ നീ തട്ടിമാറ്റണേ അള്ളാഹ്. രോഗികളുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹുവേ, നീ ശിഫ നൽകണേ അള്ളാഹ്. വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, ഒരുപാട് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർ, അള്ളാഹു എല്ലാവർക്കും നീ തുണയാകണേ അള്ളാഹ്. നീ തുണയാകണേ അള്ളാഹ്. സാലിഹ്യങ്ങളായ മക്കളെ കൊടുക്കണേ അള്ളാഹ്. വീട് ഇല്ലാത്തവർക്ക് നല്ല സന്തോഷമുള്ള വീട് നൽകണേ അള്ളാഹ്. ഞങ്ങളുടെയൊക്കെ മക്കൾക്ക് പരീക്ഷകൾ വരുന്നു, ഉന്നതമായ മാർക്ക് നേടി വിജയിക്കുന്ന നല്ല കുട്ടികളിൽ ഞങ്ങളെല്ലാവരുടെയും മക്കളെ, ഞങ്ങളെയൊക്കെ വിദ്യാർത്ഥികളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കി വളർത്തണേ അള്ളാഹ്. പടച്ചവനെ, കൂട്ടുകുടുംബങ്ങളോടൊപ്പം സന്തോഷത്തോടുകൂടി ഉസ്താദുമാരുടെ കൂടെ മാതാപിതാക്കളോടൊത്ത് നീ നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അള്ളാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.